ഇന്ത്യയുടെ ഡ്രോൺ ആയുധശേഖരം കൂടുതൽ അപകടകരമാകുന്നു. ഇസ്രായേലിൽ നിന്നും കൂടുതൽ ഹെറോൺ UAV-കൾ വാങ്ങാൻ സായുധസേന ഒരുങ്ങുകയാണ്. സൈനിക ശേഷി കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യൻ സായുധസേന ഇസ്രായേലിൽ നിന്ന് കൂടുതൽ ഹെറോൺ ആളില്ല ആകാശവാഹനങ്ങൾ വാങ്ങാൻ ഒരുങ്ങുകയാണ്. ഇന്ത്യക്കെതിരെ യാതൊരു രീതിയിലുമുള്ള ആക്രമണം അഴിച്ചുവിടാതിരിക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണ്. അതിനൂതനമായ യുദ്ധോപകരണങ്ങളും പടക്കോപ്പുകളും വാങ്ങി ഇന്ത്യൻ സായുധസേനയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം. ഈ വർഷം ആദ്യം പാകിസ്ഥാൻ ആക്രമണത്തിനെതിരെ ഈ ഇസ്രായേലി ഡ്രോണുകൾ വിജയകരമായി വിന്യസിച്ചതിനെ തുടർന്ന് ഇന്ത്യൻ സായുധസേന അവരുടെ ഡ്രോണുകളുടെ ആയുധശേഖരം കൂടുതൽ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. ചൈന പാകിസ്ഥാൻ അതിർത്തികളിലെ രഹസ്യാന്വേഷണ ദൗത്യങ്ങൾക്കായി ഇന്ത്യൻ കരസേന, നാവികസേന, വ്യോമസേന എന്നിവയിൽ ഇതിനകം തന്നെ പ്രധാന പങ്കുവഹിക്കുന്ന ഹെറോൺ ഡ്രോണുകൾ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂരിൽ തങ്ങളുടെ കഴിവ് തെളിയിച്ചിട്ടുണ്ടെന്ന് പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ANI റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് കൂടുതൽ ഹെറോൺ ഡ്രോണുകൾക്കായുള്ള പുതിയ ഓർഡറുകൾ നൽകുന്നുണ്ടെന്ന് പ്രതിരോധ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. ഇന്ത്യയുടെ ഡ്രോൺ പ്രവർത്തനങ്ങൾ വലിയ മാറ്റമുണ്ടാക്കിയത് ഈ UAV-കളെ ആയുധമാക്കാനുള്ള പദ്ധതിയാണ്. കൂടാതെ ഹെറോൺ ഡ്രോണുകളിൽ സ്പൈക്ക്, നോൺ ലൈൻ ഓഫ് സെറ്റ്, ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകൾ സജ്ജീകരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ്. ഭാവിയിലെ സംഘർഷങ്ങളിൽ ശത്രുലക്ഷ്യങ്ങളെ കൃത്യതയോടെ ആക്രമിക്കാൻ ഈ നവീകരണം സായുധസേനയെ പ്രാപ്തരാക്കും. ചൈനീസ് പാകിസ്ഥാൻ അതിർത്തികളിലെ ദീർഘദൂര നിരീക്ഷണത്തിനായി പ്രധാനമായും ഉപയോഗിക്കുന്ന ഹെറോണുകൾ അവയുടെ നിലവിലെ റോളിൽ ഉയർന്ന ഫലപ്രാപ്തി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ സംഭവ വികാസങ്ങൾക്കിടയിൽ ഇന്ത്യൻ വ്യോമസേനയും പ്രതിരോധ മന്ത്രാലയങ്ങളും വർഷങ്ങളായി പ്രോജക്ട് ചീറ്റയെ പിന്തുടരുന്നു. ഹെറോൺ കപ്പലിന്റെ നിരീക്ഷണ പോരാട്ട ശേഷികൾ നവീകരിക്കുന്നതിലാണ് ഈ പദ്ധതി കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഉപഗ്രഹ ആശയവിനിമയ സംവിധാനങ്ങളുള്ള നൂതന ഹെറോൺ മാർക്ക് II ഡ്രോണുകളും ഇന്ത്യ വാങ്ങുന്നുണ്ട്. വിപുലീകൃത പ്രവർത്തന ശ്രേണികളുള്ള ദീർഘദൂര ദൗത്യങ്ങൾ ഏറ്റെടുക്കാൻ ഇത് UAV-കളെ പ്രാപ്തമാക്കുന്നു. ഇതുകൂടാതെ മീഡിയം ആൾട്ടിറ്റ്യൂഡ്, ലോങ് എൻഡ്യൂറൻസ് ഡ്രോണുകൾ വികസിപ്പിക്കുന്നതിനുള്ള തദ്ദേശീയ പദ്ധതിയുമായി ഇന്ത്യ ഒരേ സമയം മുന്നോട്ട് പോവുകയാണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ്, ലാർസൻ ട്യൂബോ സോളാർ ഇൻഡസ്ട്രീസ്, ഡിഫൻസ് ആൻഡ് എയറോസ്പേസ്, അദാനി ഡിഫൻസ് തുടങ്ങിയ പ്രമുഖ പ്രതിരോധ കമ്പനികൾ പങ്കെടുക്കുമെന്നും പ്രതീക്ഷിക്കുന്ന മത്സരാധിഷ്ഠിത ബിഡിംഗ് പ്രക്രിയയിലൂടെ 87 UAV-കൾ വാങ്ങാൻ സർക്കാർ പദ്ധതിയിടുകയാണ്. ഇസ്രായേലി പ്രതിരോധ നിർമ്മാതാക്കളുമായി സഹകരിച്ച് ഈ ഡ്രോണുകൾ ചിലത് വികസിപ്പിച്ചേക്കാം. ഭാവിയിൽ രാജ്യത്തിന്റെ സുരക്ഷാ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി അടുത്ത 10-15 വർഷത്തിനുള്ളിൽ ഏകദേശം 400 MALE ഡ്രോണുകൾ ആവശ്യമായി വരുമെന്ന് സായുധസേന പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം പ്രവചനാതീതമായ ഒരു ഭൗമരാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്ത് എല്ലാത്തരം സുരക്ഷാ വെല്ലുവിളികൾക്കും ഇന്ത്യയുടെ സായുധസേന സജ്ജമായിരിക്കണമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിരുന്നു. ഹ്രസ്വകാല സംഘർഷങ്ങൾ മുതൽ 5 വർഷത്തെ യുദ്ധം വരെ ഉൾപ്പെടെയുള്ളവയ്ക്കായി തയ്യാറാവണമെന്നാണ് രാജ്യത്തെ സായുധസേനയ്ക്ക് പ്രതിരോധ മന്ത്രിയുടെ നിർദ്ദേശം. ഇന്ത്യക്ക് ആരുടെയും ഭൂമി വേണ്ടെന്നും എന്നാൽ തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണെന്നും പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ യുദ്ധങ്ങൾ വളരെ പെട്ടെന്നുള്ളതും പ്രവചനാതീതവുമായി മാറിയിരിക്കുന്നു. ഒരു യുദ്ധം എപ്പോൾ അവസാനിക്കുമെന്നും അത് എത്ര കാലം നീണ്ടു നിൽക്കുമെന്നും പ്രവചിക്കാൻ വളരെ പ്രയാസമാണ്. ഇന്ത്യൻ സൈന്യം ഏത് സാഹചര്യത്തിനും തയ്യാറായിരിക്കണം. അതായത് 2 മാസം, 4 മാസം, 1 വർഷം, 2 വർഷം, 5 വർഷം പോലും നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം. നമ്മൾ അതിന് പൂർണ്ണമായും തയ്യാറായിരിക്കണം. ദേശീയ സുരക്ഷ ഇനി സൈന്യത്തിന്റെ മാത്രം കാര്യമല്ലെന്നും മറിച്ച് രാജ്യം മുഴുവൻ ഉൾക്കൊള്ളുന്ന സമീപനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് ആരുടെയും ഭൂമി വേണ്ട, പക്ഷേ ഞങ്ങളുടെ ഭൂമി സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ ഞങ്ങൾ തയ്യാറാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ സായുധസേന പുലർത്തിയ മികവിനെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ തദ്ദേശീയ പ്ലാറ്റ്ഫോമുകൾ, ഉപകരണങ്ങൾ, ആയുധ സംവിധാനങ്ങൾ എന്നിവയുടെ വിജയത്തിന്റെ മികച്ച ഉദാഹരണമായി ഇത് ഉയർന്നു വന്നിട്ടുണ്ടെന്നും വ്യക്തമാക്കി. വരും കാലങ്ങളിൽ സ്വാശ്രയത്വം ഒരു അനിവാര്യതയാണെന്നും അതിന്റെ നേട്ടങ്ങൾ ഒരിക്കൽ കൂടി അടിവരയിടുന്നു. സ്വാശ്രയത്തിന്റെ പാതയിൽ നമ്മൾ ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയും ഒരുപാട് ദൂരം മുന്നിലുണ്ട്. എന്തു വന്നാലും ഒരു ബാഹ്യശക്തിക്കും കീഴ്പ്പെടുത്താനാകാത്ത രീതിയിലുള്ള സജ്ജീകരണത്തിലൂടെയാണ് ഇന്ത്യൻ സായുധസേന കടന്നു പോകുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്. ഈ ഓണത്തിന് മൈജിയിൽ മൊബൈൽ ഫോണുകളുടെ മാസ് കളക്ഷൻ, മാസ് വിലക്കുറവ്, സൂപ്പർ EMI ഓപ്ഷനുകൾ, ബ്രാൻഡ് ഓഫറുകൾ, ഇതിലെല്ലാത്തിലുമുപരി മൈജി സ്പെഷ്യൽ ഓണം ഓഫറുകൾ. മൈജി ഓണം മാസ് ഓണം.